ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? ആദിക്കുട്ടാ, ഇത് എന്ത് ഫ്രൂട്ടാ ആദിക്കുട്ടാ? പൈനാപ്പിൾ. ആ, ആദിക്കുട്ടന് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണേ. ആദിക്കുട്ടന് മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും കഴിക്കും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഏത് മിക്ക ഷോപ്പിൽ ചെന്നാലും ഉണ്ട് കേട്ടോ. എപ്പോഴും പൈനാപ്പിൾ ഇവിടെ കിട്ടാറുണ്ട്. സോ ഞങ്ങൾ എപ്പോഴും തന്നെ വാങ്ങിക്കാറുണ്ട്. അന്നേരം നോക്കിയപ്പോൾ ഇത് പഴുത്തും തോന്നുന്നു. അത്ര നന്നായി പഴുത്തിട്ടില്ല, പക്ഷെ കൊച്ചിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണേ. ആദ്യക്കുട്ടന് പൈനാപ്പിൾ വെട്ടി കൊടുത്തു കേട്ടോ. അതേ, ആദ്യക്കുട്ടന് ഒരു പീസ് തന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പീസ് കഴിക്കുക. ആദ്യക്ക് ഇഷ്ടപ്പെട്ടോ പൈനാപ്പിള്? മധുരം ഉണ്ടോ? ഞാനേ എല്ലാവരോടും അമ്മമാരോടൊരു കാര്യം പറയട്ടെ. പിള്ളേര് പ്രത്യേകിച്ച് നമുക്ക് അവർക്ക് വിശപ്പ് ഉണ്ടെന്ന് നമുക്കൊന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള സ്നാക്സ് ഐറ്റംസ് ഇങ്ങനെ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ ഒന്നും കൊടുക്കാതെ വീട്ടിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുമോ, അല്ലെങ്കിൽ പാൽ, ഓട്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരതങ്ങ് കഴിച്ചോളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു സമാധാനമാവുമല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നുമ്പം നമ്മൾ അത് കൊടുക്കാതെ മാക്സിമം നമ്മുടെ നല്ല ഫുഡ് കൊടുക്കാൻ നോക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ ബിസ്ക്കറ്റോ ഒക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആദ്യക്കുട്ടന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണേ. അപ്പം ഞങ്ങൾ അവന് കൂടുതൽ ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട്. അവന് പൈനാപ്പിൾ, വാട്ടർമെലൻ, ആപ്പിൾ ഒക്കെ കഴിക്കും. സ്കൂളിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുത്തു വിടും. കാരണം ഇവിടെ സ്കൂളിൽ ആക്ച്വലി ഫുഡ് കിട്ടും കേട്ടോ പിള്ളേർക്ക്. എന്നാലും ഞാനൊരു ചെറിയ ബോക്സിനകത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തു വിടും. അപ്പോൾ അത് കഴിച്ചിട്ട് അവൻ എന്നും വരുന്നത്. എനിക്ക് പൈനാപ്പിളിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീട് തൊടുപുഴയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഈ പൈനാപ്പിളിൻ്റെ സീസൺ ആയാൽ ഇഷ്ടം പോലെ പൈനാപ്പിൾ എന്നും ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ, വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ പൈനാപ്പിൾ ഉണ്ട്. ഓക്കെ, എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്. ബൈ ബൈ.